നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണൽ ഹാർമണി ആണ്. എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ളൊരു ഹാർമണി. നമ്മളെല്ലാവരും പല പല വിശ്വാസങ്ങളിലൂടെ വന്നവരായിരിക്കാം. നമ്മുടെ ഫാമിലിയും അതുമാതിരി നമ്മുടെ റിലിജനും നമ്മുടെ കാസ്റ്റും പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നു. നമ്മളും അത് ഫോളോ ചെയ്ത് വളർന്നവരാണ്. എങ്കിലും ഒരു കാര്യം വളരെ ക്ലിയറാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബെറ്റർ ആവുക, നന്നാവുക എന്നതാണ്. നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ശക്തി ഉണ്ടാവുക, മസിൽ ഉണ്ടാവുക എന്നതാണോ? സുന്ദരനാവുക എന്നതാണോ? നല്ല ഡ്രസ്സ് ഇടുക എന്നതാണോ? നല്ല ഒരു പദവിയിലിരിക്കുക എന്നതാണോ? നല്ല സ്കിൽസ് ഉണ്ടാവുക എന്നതാണോ? ഇതൊന്നുമല്ല നന്നാവുക എന്ന് പറഞ്ഞാൽ. ചാരുജി മഹാരാജ് പറയാറുണ്ട്, ഒരു നല്ല ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗുഡ് ആപ്പിൾ, ഇറ്റ്സ് എ ഗുഡ് ആപ്പിൾ. അതിൻ്റെ കണ്ടൻറ്റ്, ടേസ്റ്റ് അത് ആപ്പിളായിരിക്കണം. നല്ല വലിപ്പമുള്ള റെഡായിട്ടുള്ള ആപ്പിൾ നല്ല ആപ്പിളാണെന്ന് പറയാൻ പറ്റും. കളർ കൊണ്ടൊരിക്കലും ഒരു വസ്തുവിനെ, ആപ്പിളിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതുപോലെ ഒരു വ്യക്തിയുടെ രൂപം കൊണ്ടോ അയാളുടെ സ്കിൽസ് കൊണ്ടോ അയാളുടെ പദവി കൊണ്ടോ ഒരാളെ വിലയിരുത്താൻ പറ്റില്ല. ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിന്നാണ്, ക്യാരക്ടറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഏത് വഴി കൂടെ ഫോളോ ചെയ്താലും നന്നാവണം എന്നുള്ളതാണ്. ക്യാരക്ടർ നന്നാവണം. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്നേഹം എത്രത്തോളം കൂടുതൽ നമുക്ക് അൺകണ്ടീഷണലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം നമ്മൾ ക്യാരക്ടറിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൺസ്ട്രക്റ്റഡ് ആകുമ്പോൾ, സെൽഫിഷ് ആകുമ്പോൾ, ചില സ്ഥലങ്ങളിൽ മാത്രമേ എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ സാഹോദര്യം കാണിക്കാൻ സാധിക്കുള്ളൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ എനിക്ക് നിസ്വാർത്ഥത കാണിക്കാൻ സാധിക്കുള്ളൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ എനിക്ക് സഹിഷ്ണുത കാണിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ആവണം. കാരണം നമ്മൾ പറയുന്നു ഡിവൈൻ സാമ്രാജ്യം, അതാണ് യഥാർത്ഥ സാമ്രാജ്യം, അവിടേക്ക് ഉയരണം. യുട്ടോപ്പിയ, ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ പറയും യുട്ടോപ്പിയ, എല്ലാവർക്കും സമത്വം. അങ്ങനെ സമത്വം ഉള്ള ഒരു ലോകത്തിൽ എങ്ങനെയാണ് സ്വാർത്ഥത ഉണ്ടാവുക?
എങ്ങനെയാണ് സ്നേഹമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ഏത് വിശ്വാസത്തിലൂടെ കടന്നുപോയാലും, ഈശ്വരമായാലും നിരീശ്വരമായാലും, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനസ്സ് നന്നാവുക. മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ എന്നൊരു പാട്ടുണ്ട്. അതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നന്മ, അതാണ് ലക്ഷ്യം. നമ്മൾ എന്ത് ഫോളോ ചെയ്താലും. ഇപ്പോൾ വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ 21 ആഘോഷിക്കാൻ പോകുന്നു. മാസ്റ്റർ ദാജി എല്ലാവർക്കും ഒരു സജഷൻ നൽകിയിട്ടുണ്ട്. ഒരു സമയത്ത് ലോകത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ധ്യാനിക്കണം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഹൃദയം വിശാലമാകുക, ക്യാരക്ടർ നന്നാവുക. അത് ഏത് റിലിജനായാലും. അപ്പോൾ ഹൃദയത്തിൽ നന്മ വളരട്ടെ, സ്നേഹം വളരട്ടെ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ധ്യാനിക്കണം. ദാജി ഒരുപാട് സജഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് എനിക്ക് ആ ഉയർന്ന തലത്തിലേക്ക് മാറണം എന്നുള്ള ചിന്തയോടുകൂടി ഒരുമിച്ച് ധ്യാനിക്കണം. അപ്പോൾ സാഹോദര്യം ഓട്ടോമാറ്റിക്കാവും. ഒരേ ചിന്തയിൽ എല്ലാവരും ഇരിക്കുമ്പോൾ അവിടെ ഒന്ന് മാത്രമായി മാറും. അവിടെ ഡിവൈൻ വേൾഡായിട്ട് മാറും. ആ നിമിഷം അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈശ്വരൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുമാതിരി ഐഡിയൽ ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ. ഈശ്വര വിശ്വാസമില്ലാത്തവർ പറയുന്ന ഒരു ഐഡിയൽ ഉണ്ട്. ഒരു ഐഡിയലിസ്റ്റിക് വേൾഡ് എന്ന് പറയുമ്പോൾ അത് ഒന്നേ ഉണ്ടാവുള്ളൂ. ഐഡിയൽ രണ്ടുണ്ടാവാൻ പറ്റില്ല. പ്യൂരിറ്റി ഒന്നല്ലേ ഉണ്ടാവാൻ പറ്റുള്ളൂ. മിക്സ്ചറല്ലേ പലതും ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഐഡിയൽ അത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ പ്രധാന ഫൗണ്ടേഷനായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ ആദ്യം അതായിട്ട് കണക്ട് ചെയ്യണം. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏകത്വം വരികയാണ്. എല്ലാവരും ഒരുമിച്ചിട്ട് ഹൃദയത്തിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ ഒരുമിച്ച് ഒരു ഹാർമണിയിൽ എത്തിച്ചേരുകയാണ്. ആ ഹാർമണി പിന്നെ നമ്മൾ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് പ്രഭാഷണം നടത്തേണ്ട ആവശ്യമില്ല. നമ്മളതിനു വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. കുറേ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച ഒരുമ ഉണ്ടാവില്ല. ഒരുമ അനുഭവിച്ചിട്ട് ആ ഒരുമ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ചർച്ചകളും പ്രസംഗങ്ങളൊക്കെ ഫെയിൽ ചെയ്യുന്നത്. കാരണം കൺവിക്ഷനോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഹൃദയത്തിൽ ഡിഫറൻസ് ഇല്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. എല്ലാവരും സഹോദരന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്രകാരം പെരുമാറുക എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞിട്ട്. അത് അറിഞ്ഞുകൊണ്ട്, അത് അറിയണം ആദ്യം. ആ അറിവാണ് ഈ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണൽ ഹാർമണി എന്നുള്ള ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ ശരിക്കും ശ്രമിക്കേണ്ടത് ഉള്ളിൽ നിന്നാണ്. മഹാത്മാഗാന്ധിജി ഇതന്നെ പറഞ്ഞു, ബി ദ ചേഞ്ച്. അദ്ദേഹം അത് ജീവിതത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. പുറമേ നോക്കുന്നവർക്ക് ഡിഫറൻസ് തോന്നിയെന്ന് വരാം. അപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളെ നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് തോന്നും ആ കുട്ടിയെ അധികം നോക്കുന്നുണ്ട്, പാർഷ്യാലിറ്റി ഉണ്ടെന്ന്. കാരണം അവനത് ആവശ്യമാണ് ആ സമയത്ത്. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യങ്ങളുണ്ടാവും. അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. അപ്പോൾ താഴെയുള്ള കുട്ടി വരാം, അവനോട് പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഒരു കുട്ടി കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഒരാൾ പാട്ട് പാടുന്നതിന് പാടാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ട് വരും. ഒരാൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ പേരൻസിന് പാർഷ്യാലിറ്റി ഇല്ല. അതുമാതിരി ഫാദർ ഓഫ് ദ നേഷന് പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ കാണുന്നവർക്കത് തോന്നി എന്ന് കഷ്ടമുള്ള കാര്യമാണ്. ആ നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഹൃദയത്തിൽ നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് ഹാർമണിയുടെ അടിസ്ഥാനം. അപ്പോൾ അഹിംസ എന്നുള്ള ആ ഒരു തത്വം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിലാണ് ശരിക്കും ആ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം. അവിടെ എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏത് വേണമെങ്കിൽ ഫോളോ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറി ചിന്തിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സ്കൂള് നമുക്ക് പഠിച്ചത് പോരാ, എനിക്ക് ഇതല്ല നല്ലത് തോന്നുന്നത്, വേറൊരു സിലബസ് ഫോളോ ചെയ്യാം, സ്കൂളിലേക്ക് മാറാം, ടീച്ചേഴ്സിനെ മാറ്റാം, ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പുതുത് നോക്കാം, റെഫർ ചെയ്യാം. പഴയ ടെക്സ്റ്റ് ബുക്ക് മോശമായിട്ടല്ല, നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള പുസ്തകങ്ങളിലേക്ക് മാറാം. അപ്പോൾ നമ്മൾക്ക് ഉയരാനുള്ള സാധ്യതകൾ ഏത് വഴിയാണ്? പാതകൾ പലതാണ്. എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. എല്ലാവരും കാലിബർ ഒരുപോലെ ആവണമെന്നില്ല. ഓരോരുത്തരും ഒരേ വഴിയിലൂടെ.
ഉയരുന്നു. എല്ലാവരും ഓരോ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. കളിക്കാർ അങ്ങനെ വളരുന്നു, മ്യൂസീഷ്യൻസ് മ്യൂസിക്കിൻ്റെ വഴിയിൽ വളരുന്നു, കലാകാരന്മാരുടെ വഴിയിൽ, സയൻറ്റിസ്റ്റിൻ്റെ വഴിയിൽ കൂടും. പക്ഷേ ഉദ്ദേശം ഒന്ന് തന്നെയുള്ളൂ, എല്ലാവരും ആ ഐഡിയലിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഐഡിയൽ ഒന്ന് തന്നെയാണ്, ഏത് വഴി കൂടെ പോകാൻ. അതുപോലെ തന്നെയാണ് റിലിജിയൻസിൽ നമ്മൾ കാണേണ്ടത്. നമുക്ക് അഭികാമ്യമായിട്ടുള്ള ഏത് തത്വമാണ്, ഏത് രീതിയാണ് ഫോളോ ചെയ്യാൻ സാധിക്കുക, അത് ഫോളോ ചെയ്യാം. അതിന് സ്വാതന്ത്ര്യം ലഭിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഹാർമണിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പ വഴിയാണ് ദാജി നിർദ്ദേശിക്കുന്നത്. എല്ലാവരും ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ അവിടെ ഡിഫറൻസസ് ഇല്ല. ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരു പാത മാത്രമേ ഉള്ളൂ. അതാണ് ഹൃദയത്തിലൂടെയുള്ള പാത. അവിടേക്ക് കണക്ട് ചെയ്യുക, അവിടെ ശ്രദ്ധിക്കുക, അവിടെ ഉള്ള ആ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ തന്നെ നിലകൊള്ളാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനാഭാവത്തോട് പുറത്തേക്ക് വരിക, എന്നിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുക. വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ 21 എല്ലാവരും രാത്രി 8 മണിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.